2025 നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ഇയറാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നിങ്ങളുടെ 2025 എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അത് ജോലിയാവട്ടെ, നല്ല റിലേഷൻഷിപ്പ് ആവട്ടെ, നല്ല ആരോഗ്യമാവട്ടെ, എന്നും വളരെ എളുപ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ടെക്നിക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മൾ എന്ത് തെറ്റുകളാണ് 2024 ചെയ്തത്? പലപ്പോഴും നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ 1-2 ദിവസം നമ്മളത് പാലിക്കും. പിന്നെ അതിനുശേഷം എന്ത് സംഭവിക്കും? ഒരാഴ്ച കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുകളയും. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കും. ചിലപ്പോൾ ഡ്രിങ്ക്സ് ആയിരിക്കാം, ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ബാഡ് ഹാബിറ്റിനെ നമ്മൾ മാറ്റിയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നതാണ് നമ്മൾ ഓരോ വർഷവും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാറ്. അന്നേരം പലപ്പോഴും പരാജയപ്പെടുന്ന കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത റെസൊല്യൂഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ 2025 മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ചില കാര്യങ്ങളില്ലേ, ചിലപ്പം ചെറിയൊരു നിങ്ങൾ ചെയ്യുന്ന തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു അഡിക്ഷൻ ആയിരിക്കാം. ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം ആദ്യം നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയൊരു ലക്ഷ്യം സെലക്ട് ചെയ്യാൻ പാടില്ല. അതായത് രാവിലെ ഇപ്പോൾ നിങ്ങളൊരു പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 8 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക. 2025 ജനുവരി 1 മുതൽ നിങ്ങൾ 5 മണിക്ക് അല്ലെങ്കിൽ 4 എണീക്കാൻ പോവുകയാണെന്ന രീതിയിലെല്ലാം തന്നെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ ലൈഫിനെ കൊണ്ടുപോകാൻ പാടില്ല. അതിനെന്ത് സംഭവിക്കും? നിങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മോട്ടിവേഷൻ ഉണ്ടാവും, അടുത്ത ദിവസം ആ മോട്ടിവേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 8 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ 7 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ലക്ഷ്യമാക്കി വെക്കുക. അതിനുശേഷം ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 6 മണിക്ക് അല്ലെങ്കിൽ 6 എഴുന്നേൽക്കുന്നതായിട്ട് രീതിയിൽ എഴുന്നേൽക്കുന്നതായിട്ട് നിങ്ങളുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യും. അതിനെന്ത് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ ലക്ഷ്യം, അതായത് ഞാൻ മുന്നേ പറഞ്ഞ അതേ ഉദാഹരണം എടുക്കുകയാണ്. 8 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എഴുന്നേൽക്കും. പിന്നെ നിങ്ങളോട് തന്നെ മനസ്സ് പറയും, എന്തിനാണ് എഴുന്നേൽക്കുന്നത്, കുറച്ച് സമയം കൂടി കിടന്നുറങ്ങുന്നത്. എന്നാൽ മനസ്സിന് തോന്നുന്നത് ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ അല്ലേ, അതൊന്ന് എഴുന്നേൽക്കാം എന്ന രീതിയിലേക്ക് നമ്മളെ മനസ്സ് വരുന്നതാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും പറയുന്ന കാര്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ഞാൻ പരാജയപ്പെട്ട ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാം തന്നെ പരാജയപ്പെടുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ വലിയ ലക്ഷ്യം, അതായത് കുറേ കാര്യങ്ങൾ ടേബിൾ തയ്യാറാക്കും, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കും, ഇതെല്ലാം തന്നെ ചെയ്യും. 1-2 ദിവസം ചെയ്യും, അത് കഴിഞ്ഞാൽ വിട്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഹാബിറ്റ് ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക. ഇത് ജപ്പാനീസ് ഒരു ടെക്നിക്കാണ്. അതായത് ചെറിയ ചേഞ്ചസ് വലിയ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിട്ട് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ബാഡ് ഹാബിറ്റ് ആവട്ടെ, ബാഡ് കാര്യങ്ങളാവട്ടെ, എല്ലാം തന്നെ ചെറിയ ചേഞ്ചിലൂടെ വലിയ ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് ഹാബിറ്റാണ്. ഒന്ന്, നിങ്ങൾ കഴിയുന്നതും ഒരു 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് കണ്ണുകളടച്ചിരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് സമയം ശൂന്യമായിട്ടിരിക്കുക. അതായത് മനസ്സിലെ ചിന്തകളെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് 10 മുതൽ 1 വരെ എണ്ണുന്നതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. ആ ഒരു നമ്പേഴ്സിലേക്ക് നമ്മളെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് ശാന്തത വരുത്തുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ മൊബൈൽ അഡിക്ഷൻസ് കുറയ്ക്കുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം തന്നെ നിങ്ങളെ അഡിക്ഷൻ രീതിയിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ടൈം കുറച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ ഉള്ള, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവട്ടെ, ജോലി ആവട്ടെ, നിങ്ങളുടെ സ്കില്ലാവട്ടെ, അതെല്ലാം തന്നെ വളർത്തുന്ന ചാനൽസും ഇതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം പേജസ് ആവട്ടെ, അത് ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണ്? നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വോത്തായിട്ടുള്ള കാര്യത്തിലാണ്. അതായത് നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിൽ വീഡിയോസും അതേപോലെയുള്ള ചാനൽസും നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 3ാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് റീഡിംഗ് ആണ്. ഒരു മാസം ഒരു പുസ്തകമെങ്കിലും വായിക്കാം. കഴിയുന്നതും ഒരാഴ്ചയിൽ ഒരു 3 പേജെങ്കിലും ഒന്ന് വായിക്കുക. ഡെയിലി വായിക്കുന്നത് നല്ലതാണ്. ഇപ്പം പോഡ്കാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഓരോരോ ഓഡിയോ ബുക്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇയർഫോൺ വെച്ച് കേൾക്കാം. അങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു ബുക്ക് റീഡിങ് ഹാബിറ്റാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ
നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ എന്ന് പറയുന്ന കാര്യമാണ്. യോഗ നിങ്ങളെ കഴിയുന്ന രീതിയിൽ ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, ഏതെങ്കിലും രീതിയിൽ മാർഷൽ ആർട്സിൽ ജോയിൻ ചെയ്യുക, അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബോഡി പെയിൻ കുറയും, ശരീരത്തിന് എനർജി കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ ആറാമത്തെ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പുറമേ നിന്നുള്ള ഫുഡ് കഴിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫാസ്റ്റ് ഫുഡ് ആവട്ടെ, ഇതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആവട്ടെ, നിങ്ങൾ ആൽക്കഹോളോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡെയിലി മദ്യപിക്കുന്ന ആളാണെങ്കിൽ ഒറ്റയടിക്ക് നിർത്താൻ പാടില്ല. പിന്നെ ഭ്രാന്തമായ രീതിയിൽ നിങ്ങൾ കുടിക്കും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം കുടിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ഇടവിട്ട് കുടിക്കുക, പിന്നെ 2 ദിവസം, പിന്നെ 3 ദിവസം, അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കൂട്ടി അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാർ എൻ്റെ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് കൂടി അവസാനിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞു വരും. ഞാൻ പറയും അങ്ങനെ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിച്ച് ഒരാഴ്ച ഞാൻ പിടിച്ച് വെക്കും. പിന്നെ ഒരു 3-ാമത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതടിക്കുന്ന ആൾ ചിലപ്പോൾ 10 അല്ലെങ്കിൽ വലിയ രീതിയിലാണ് അവർ ഡ്രിങ്ക്സ് കുടിക്കുക. അതിനാൽ അത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് എന്ന രീതിയിലേക്ക് മാറ്റാം. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് പുറമേ നിന്നുള്ള ഫുഡ് ഒഴിവാക്കാം. പിന്നെ നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. വെജിറ്റേറിയൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആകെയല്ല പറയുന്നത്, നോൺ വെജിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും എനർജി ഉണ്ടാവും. കാരണം ഇത് ഞാൻ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കഴിക്കുക, ഇതേപോലെ വെജിറ്റബിൾസ് കഴിക്കുക. നോൺ വെജ് കഴിക്കരുതെന്നല്ല, നോൺ വെജ് കഴിച്ചോളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നോൺ വെജസ്, അത് ഫിഷ് ആവട്ടെ, മറ്റ് മീറ്റ്സ് ആവട്ടെ, എല്ലാം തന്നെ കഴിക്കുന്നതിനും നിങ്ങൾക്ക് പറ്റുന്ന പോലെ, അതായത് ഡെയിലി കഴിക്കാതെ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് കാര്യങ്ങളെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറഞ്ഞ 6 പോയിൻറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല നെറ്റ്വർക്ക്, നല്ല ഫ്രണ്ട്സ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ബിസിനസ് റിലേറ്റ് ചെയ്തായിരിക്കാം, നിങ്ങളെ ജോബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ല പോസിറ്റീവ് സർക്കിളിലേക്ക് വിടുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇതേപോലെ ലയൺസ് ക്ലബ്ബ്, JCI, BNI പോലെയുള്ള നല്ല വോത്തായിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വാല്യൂ തരുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തികളായിട്ടുള്ള ക്ലബ്ബിൽ, ഇപ്പോൾ റീഡേഴ്സ് ക്ലബ്ബ്, അതോടൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ലൈബ്രറി ക്ലബ്ബ്, അതുപോലെയുള്ള ക്ലബ്ബിൽ നിങ്ങൾ അംഗമാകുക. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെയുള്ള ക്ലബ്ബിലും അതേപോലെയുള്ള ഒരു സർക്കിൾ നിങ്ങൾ പെടുകയാണെങ്കിൽ അവർ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നല്ല വോത്തായിട്ടുള്ള, അതായത് അവർക്ക് സ്വപ്നങ്ങൾ വേണം, നിങ്ങളെപ്പോലെ തന്നെ ഒരു ജ്വലിക്കുന്ന സ്വപ്നങ്ങളുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈഫിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ് എന്ന് പറയുന്ന കാര്യം, നിങ്ങളെ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സഹായിക്കുക. മറ്റുള്ളവരെ നിങ്ങൾ അറിവ് കൊടുക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ എന്തെങ്കിലും രീതിയിൽ ഫുഡിൻ്റെ കാര്യത്തിൽ സഹായിക്കുക, അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഫിസിക്കൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ഒരു സെൽഫായിട്ട് ഒരു ബോധമായി തോന്നും. അതായത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊരു ഗുണം എന്നിലൂടെ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിക്ക് എന്താ കാര്യം? ഓരോരുത്തരും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരിക്കലും അവർ ഗ്രോത്ത് വരില്ല. ബിസിനസ്സുകാരെന്താ ചെയ്യുന്നത്? അവരെ പ്രൊഡക്റ്റോ സർവീസോ ഒന്നിൽ നിന്ന് 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേരിലേക്ക് അവരുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസ് കൊണ്ടോ എത്തിക്കുന്ന സമയത്താണ് അവരെല്ലാം തന്നെ സമ്പന്നമായിട്ടും മാറുന്നത്. അതേപോലെ തന്നെ നിങ്ങളിലൂടെ ഒരു വ്യക്തിക്കല്ല 100 കണക്കിന് വ്യക്തികളിലേക്ക് ആ ഒരു നിങ്ങളെ സഹായം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അമ്പലങ്ങളിലും പള്ളികളിലും പോയിട്ട് പ്രാർത്ഥിക്കാം. ഇത് റിലീജിയസ് പ്രാക്ടീസ് അല്ല, നിങ്ങളൊരു സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് എന്ന രീതിയിലൊരു മൈൻഡ് സെറ്റ് വെക്കാം. നിങ്ങൾ മതത്തിലേക്ക് ചുരുങ്ങിപ്പോതെ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ചിട്ട് അതിലെ പ്രാക്ടീസ് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് സ്വയം പരിശോധിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഡെയിലി ചെയ്യേണ്ട ഒരു രാവിലെയും ഈവനിങ് എല്ലാം തന്നെ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. മെഡിറ്റേഷൻ, അതോടൊപ്പം തന്നെ റീഡിങ്, എക്സസൈസ്, പിന്നെയുള്ള ലോ ഓഫ് അട്രാക്ഷനിലെ ഏതൊക്കെ ടെക്നിക്സ് ആണ് ഉള്ളത് അതെല്ലാം തന്നെ ഒന്ന് എഴുതി വെക്കുക. അതെല്ലാം തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നതാണ്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന വ്യക്തി അത് ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ആഗ്രഹങ്ങളനുസരിച്ചുള്ള ടു ഡു ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ചിലപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, എന്തുമാവട്ടെ. നിങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കായുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകുള്ളൂ. അല്ലാതെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് മാത്രമല്ല, ഹാബിറ്റാണ് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ക്രിയേഷനാണ്.
അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡെയിലി ഇതേപോലെയുള്ള പ്രാക്ടീസ് നിങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, അതായത് ഒരു ദിവസം രാത്രി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്ത പോലെയുള്ള ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, ഇന്നത്തെ ദിവസം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും. അല്ലാതെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി എന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് ടു ഡു ലിസ്റ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ഗോൾസും നേടുന്ന സമയത്ത് രാത്രി അതെല്ലാം ഒന്ന് ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇതെല്ലാം ചെയ്തല്ലോ, ഇതെല്ലാം ചെയ്യാൻ സാധിച്ചല്ലോ എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മനസ്സ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ വാല്യുബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങളെ 2025 എന്ന് പറഞ്ഞാൽ, അതായത് 2025 എന്ന് പറയുന്ന വർഷം വളരെ മനോഹരമായിരിക്കും. വെറുതെ കുറച്ച് ഇങ്ങനെ ഇതേപോലെ തന്നെ നെഗറ്റീവായുള്ള വീഡിയോസ്, അങ്ങനത്തെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് അങ്ങനെയൊന്നും കാണണ്ട. അതിൻ്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ അത് കാണാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുക. അതിനനുസരിച്ചുള്ള ഫ്രണ്ട് സർക്കിളിലേക്ക് വരിക. ഇതേപോലെയുള്ള പോസിറ്റീവ് വീഡിയോസ് ഡെയിലി കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിരിക്കും. ഇതെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുക. പെട്ടെന്ന് ഒരു ദിവസം, ഞാൻ വീണ്ടും പറയുകയാണ്, വലിയൊരു റെസൊല്യൂഷൻ എടുക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെക്കും. വലിയ രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്.